പറയാനിരുന്നവനാണ്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ എൻഗേജ്മെൻറ്റ് ഡേ എത്തിയിരിക്കുകയാണ്. തലേന്ന് രാത്രി ഇത് കോലാഹലവും എല്ലാം കഴിഞ്ഞിട്ട് കിടന്നപ്പോഴത്തേക്കും ഏകദേശം മണി 2:30 ആയിരുന്നു. കറക്റ്റ് 5 മണിയായപ്പോൾ തന്നെ പക്ഷേ എഴുന്നേൽക്കേണ്ടി വന്നു. നമ്മുടെ മോന്റെ എൻഗേജ്മെന്റ് ആണ്. അങ്ങനെ അമ്മ ആസ് യൂഷ്വൽ എഴുന്നേറ്റ് രാവിലെ തന്നെ ഡെയിലി ബ്ലെസ്സിങ്സ് ഒക്കെ വെച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5:30 ആയപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ റെഡി ആവാനായിട്ട് പാർലറിലേക്ക് പോയിട്ടുണ്ട്. കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഞാനും അമ്മയും കൂടി പാർലറിലേക്ക് അങ്ങനെ ഞാനും അമ്മയും കൂടെ പാർലറിലെത്തി. അമ്മ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പാർലറിൽ വരുന്നതും അവിടെ നിന്ന് റെഡി ആവുന്നതും. ജസ്റ്റ് ആള് സാരി മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. കറക്റ്റ് 6:30 എത്താന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളെത്തിയപ്പോൾ ഏകദേശം 7 മണിയായിരുന്നു. പിന്നെ എല്ലാം വായി പിടിച്ചായിരുന്നു ചെയ്തത്. എനിക്ക് എൻ്റെ മേക്കപ്പും അമ്മയുടെ സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഞാനൊരു അബദ്ധം കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഊബർ ഓട്ടോയാണ് ബുക്ക് ചെയ്തത് വേഗം എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാറ്റടിച്ച് എൻ്റെ ഹെയറൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് വേഗം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് റെഡിയാകും. 8 മണിക്ക് ഇറങ്ങാനാണ് നമ്മൾ പ്ലാൻ ചെയ്തതെങ്കിലും 9 മണിയായി നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അങ്ങനെ എല്ലാം സെറ്റായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമുക്ക് ഏകദേശം ഒരു 2.5 മണിക്കൂറോളം യാത്ര, 12 മണിക്കാണ് നമുക്ക് അവിടെ എത്തേണ്ടത്. അങ്ങനെ എല്ലാം സെറ്റായി നമ്മളിത് ഇറങ്ങുവാണ്. അങ്ങനെ വണ്ടി കയറി ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് അമ്മയുടെ അവസ്ഥ. അങ്ങനെ ഏകദേശം ഞങ്ങളൊരു 11:30 നമ്മുടെ സ്ഥലത്തെത്തി. വളരെ സ്ലോവിലാണ് നമ്മൾ വന്നത്. അതുപോലെ ഇടയ്ക്ക് നമ്മളൊന്ന് നിർത്തി ചായയൊക്കെ കുടിച്ചായിരുന്നു. കോട്ടയം മണിയൻകുന്ന് സീക്രട്ട് ഹാർട്ട് ചർച്ചിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും പെണ്ണും വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. പള്ളിയുടെ മുമ്പിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. കമോൺ, ഹായ് പറ. ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പണ്ട് എൻ്റെ അമ്മ കല്യാണം കഴിഞ്ഞു പോയത് ഊട്ടിയിലേക്കാണ്. അതുപോലെ ഞാൻ കല്യാണം കഴിഞ്ഞു പോയത് വയനാട്ടിലേക്കാണ്. ഇപ്പൊ വിനു കല്യാണം കഴിക്കാൻ പോകുന്ന സ്ഥലവും മലമ്പ്രദേശം തന്നെയാണ്. മല എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വീക്ക്നെസ് ആണെന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ കറക്റ്റ് 12 മണിയായത് നമ്മുടെ എൻഗേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. വിവാഹ വാഗ്ദാനം പൊതുവായിട്ട് പ്രഖ്യാപിക്കുവാനുള്ള അവസരം നൽകുകയാണ്. തന്റെ പരിസ്ഥിതി മംഗളവാർത്ത ലഭിക്കുന്നത് അങ്ങയുടെ രാജ്യം വരണമേ, അതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഉദ്ധാനം നീ അരുളുന്നു. Hanging on, walking tall. Some days I got no use for it all. ഇതെന്താ എന്നടാ നടി അല്ല. അങ്ങനെ നമ്മുടെ എൻഗേജ്മെൻറ്റ് കാര്യഗംഭീരമായിട്ട് അവസാനിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഹാളിലേക്കുള്ള പരിപാടിയാണ്. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് ചെക്കനെയും പെണ്ണിനെയും വട്ടാക്കി. കാരണം രണ്ടാൾക്ക് നല്ല രീതിയിൽ മടിയാണ് ചിരിക്കാനായിട്ട്. അവസാനം ക്യാമറാമാൻ ഞങ്ങൾ ഓടിച്ചു വിടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിപാടിക്കായിട്ട് ഹാളിലേക്ക് വന്നു. അധികം ആളുകളും ബഹളങ്ങളൊന്നും ഇല്ലാതെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഇന്നത്തെ ദിവസം ഇവരുടെ എൻഗേജ്മെന്റ് അല്ലാതെ മറ്റൊരു പ്രത്യേകത കൂടി നമ്മുടെ ഫാമിലിയിലുണ്ട്. നമ്മുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ബർത്ത്ഡേ ആണ്. April 10th ആണ് അപ്പച്ചൻ്റെ ബർത്ത്ഡേ. അതുപോലെ April 11th, അതായത് ഇന്നാണ് അമ്മയുടെ ബർത്ത്ഡേ. അപ്പൊ അതിന് മുറിക്കാനുള്ള കേക്ക് കൂടെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ ആസ് യൂഷ്വൽ ദീപം കൊളുത്തലും കേക്ക് കട്ടിങ്ങും ഒക്കെ നടന്നു.
അങ്ങനെ അവരുടെ കേക്ക് കട്ടിങ്ങിന് ശേഷം അപ്പച്ചനും അമ്മച്ചിക്കും സർപ്രൈസ് ആയിട്ടൊരു കേക്ക് കട്ടിങ് കൊടുക്കുകയാണ്. സത്യത്തിൽ ഞങ്ങൾ എല്ലാവരും മറന്നുപോയായിരുന്നു അവരുടെ ബർത്ത്ഡേ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അപ്പച്ചനെയും അമ്മച്ചിനെയും പോലെ തന്നെ ഞങ്ങൾക്കും വളരെ സർപ്രൈസ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ഫോട്ടോ സെഷനും പരിപാടികളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം വീണ്ടും കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഔട്ട്ഡോറിലേക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പോയി. നമ്മൾ ആ പരിസരമൊക്കെ ഒന്ന് നടന്നു കണ്ടു. സത്യത്തിൽ ഞാൻ ഉച്ചയായിരുന്നു നല്ലൊരു ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ പരിപാടിയൊക്കെ ഏകദേശം അവസാനിച്ചു. നമ്മൾ കാപ്പിയും കുടിച്ചിട്ട് അവിടെ നിന്ന് പിരിയുവാണ്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് അവസാനിച്ചു. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.